ഹായ് ഓൾ ഇഗവ് കേരളയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ തികച്ചും കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ബില്ല് പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സാലറി പ്രോസസ്സ് ചെയ്യുന്ന സ്പാർക്ക്, ബിംസ്, അതുപോലെ RR സൈറ്റുകൾ, റിലീസ് സൈറ്റുകളൊന്നും ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ ഗൂഗിൾ ക്രോം 119 എന്ന വേർഷനിൽ ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു. അപ്പോൾ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്പാർക്കിൽ DDO അഡ്മിനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബില്ല് അപ്രൂവൽ ചെയ്യുമ്പോഴാണ് ഈ ഇഷ്യൂ അല്ലാതെ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സ്പാർക്കിൽ നമ്മൾ പിൻ നമ്പർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ DDOയുടെ എപ്പോഴും പിൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ, എന്നിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ എറർ കണ്ടുവരുമ്പോൾ അത് കുറേ ടൈം വേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റം ഡിജിറ്റൽ സിഗ്നേച്ചർ കോൺഫിഗർ ചെയ്തത് കറക്റ്റാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്യാനുള്ളൊരു സൈറ്റാണ് NICDsign .kerala.nic.in എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വിൻഡോയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. നമ്മുടെ കേരള NIC ടീം ഡെവലപ്പ് ചെയ്ത ഈ NICDsign എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ തന്നെ ഡെമോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഡെമോ, DSC രജിസ്ട്രേഷൻ്റെ അകത്ത് വ്യൂ ഡെമോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ഈ വ്യൂ ഡെമോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽ സിഗ്നേച്ചറും നിങ്ങളുടെ NICDsign സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ DSCsignൻ്റെ പിന്നെ എൻട്രി ചെയ്യാൻ പറയും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്പാർക്കിലും ബിംസിലും കണ്ടുവരുന്ന ഒരു എററും ഇവിടെ നിങ്ങൾ കാണുന്ന എററും സെയിം ആയിരിക്കും. NICDsign നോട്ട് ഇൻസ്റ്റാൾഡ് ഓർ റണ്ണിങ് എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ ഇതിന് വേണ്ട എല്ലാ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഇതിന് വേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ട സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം എന്താണ് സോഫ്റ്റ്വെയർസ് വേണ്ടത് എന്നുള്ളത്. നമുക്ക് സ്പാർക്ക് അല്ലെങ്കിൽ ബിംസ്, RR ഇങ്ങനത്തെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമായി വരുന്ന വെബ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം വേണം. ഗൂഗിൾ ക്രോമിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിൽ ഇപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ കണ്ടുവരുന്നത്, അതിന് സൊല്യൂഷനും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഡ്രൈവർ. നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്ത് ഡിവൈസ് സിസ്റ്റത്തിൽ പ്ലഗ് ചെയ്ത് ഓട്ടോ പ്ലേ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് NICDsign സോഫ്റ്റ്വെയർ. NICDsign സോഫ്റ്റ്വെയർ നമുക്ക് സ്പാർക്ക് ഇൻഫോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നും, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, ആ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് NICDsign ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ആയി കിട്ടും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് വേണ്ടത് ജാവ വേണം. ജാവ നിങ്ങൾക്ക് ഒറാക്കിൾ ജാവയുടെ ഏത് സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ജാവ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ആ ജാവയെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ NICDsign ഒരു റൂട്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഒരു ഗൂഗിൾ ക്രോമിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതും ഇതൊക്കെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ആദ്യം ഒന്ന് കാണുക. ദെൻ അതിന് ശേഷം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എറർ വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്ന ഈ ഒരു സൊല്യൂഷനും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബിംസും സ്പാർക്കും ക്രോമിൽ ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ക്രോമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ വേറൊരു ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ കൊടുക്കുന്ന പോലെ ക്രോം //flags എന്ന് എൻ്റർ ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാഗുകൾ എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി അൺഎക്സ്പയർ M118 ഫ്ലാഗ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ഫ്ലാഗ് എനേബിൾ ചെയ്തു. അപ്പോൾ നമ്മളോട് ഇവിടെ റീലോഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. വീണ്ടും ക്രോമിനെ റീലോഞ്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം,
അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു M118 ഫ്ലാഗ് എനേബിൾ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ ആ മെനുവിലോട്ട് വരിക. അവിടെ നിങ്ങൾ സെർച്ച് എന്നുള്ളിടത്ത് ഇൻസെക്യൂർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഇൻസെക്യൂർ ലോക്കൽ ഹോസ്റ്റ് എന്നുള്ളത്. അതും നിങ്ങൾ എനേബിൾ ചെയ്യുക. ദെൻ നിങ്ങൾ ജസ്റ്റ് റീലോഞ്ച് ചെയ്യുക. റീലോഞ്ച് ചെയ്ത് നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ NICDsign സൈറ്റിൽ ഒന്ന് വരിക. എന്ന് വന്നു കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോക്കൺ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ സ്പാർക്കിൾ വിംസിലോ കയറിയിട്ട് നിങ്ങളുടെ DSC ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങളുടെ DSC വർക്ക് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.